ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം കോൺഗ്രസിന്റെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മണ്ഡലങ്ങളായ അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തവണ പരാജയപ്പെട്ട അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കുമോ എന്നതായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായ പ്രഖ്യാപനമായിരുന്നു കോൺഗ്രസ് നടത്തിയത്. പതിറ്റാണ്ടുകളോളം പ്രതിനിധീകരിച്ച അമേഠിക്ക് പകരം രാഹുൽ ഗാന്ധിക്ക് അമ്മ സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയാണ് കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയസാധ്യത ഉറപ്പിക്കാനാകാത്തതുകൊണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും ഇനി മത്സരിക്കാനില്ലെന്ന് നേരത്തെ പ്രഖ്യാപിച്ച സോണിയാഗാന്ധി നിലവിൽ രാജ്യസഭാംഗമാണ്. എന്നാൽ അമേഠി തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത് കിഷോരിലാൽ ശർമ്മയാണ്. ആദ്യം രാജീവ് ഗാന്ധിക്കൊപ്പം, പിന്നീട് സോണിയാഗാന്ധിയുടെയും രാഹുലിന്റെയും സന്തത സഹചാരി, ഇപ്പോൾ രാഹുൽ കളമാറിയ അമേഠിയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിന് പുറത്ത് അധികമാർക്കും അറിയാത്ത വ്യക്തിയാണ് കിഷോരിലാൽ. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ ഇദ്ദേഹം ആരാണെന്നാണ് പലരും അന്വേഷിക്കുന്നത്. രാഹുൽ ഗാന്ധിയും റോബർട്ട് വാദ്രയും വരെ മത്സരിക്കുമെന്ന് പറഞ്ഞുകേട്ട അമേഠിയിൽ സ്ഥാനാർത്ഥിയായി എത്തുന്ന കിഷോരിലാൽ ശർമ്മ മണ്ഡലവുമായി ഏറെ ബന്ധമുള്ള വ്യക്തിയാണ്. ഗാന്ധി കുടുംബത്തിന്റെ ഉറച്ച കോട്ടയായിരുന്ന അമേഠി തിരിച്ചുപിടിക്കാൻ താഴെത്തട്ടിലടക്കം വ്യക്തമായ പിന്തുണയുള്ള കിഷോരിലാൽ ശർമ്മയല്ലാതെ മറ്റൊരു വ്യക്തി ഉത്തർപ്രദേശ് കോൺഗ്രസിന് മുന്നിലില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. റോബർട്ട് വാദ്ര അടക്കം സ്ഥാനാർത്ഥിയാകണമെന്നുള്ള ആഗ്രഹം തുറന്നു പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടും കിഷോരിലാലിന് അവസരം ലഭിച്ചതിന് കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഊഹാപോഹങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും എല്ലാം വിരാമമിട്ടുകൊണ്ട് അങ്ങനെ കോൺഗ്രസിന്റെ അഭിമാന മണ്ഡലം തിരിച്ചുപിടിക്കാൻ കിഷോരിലാൽ എത്തുന്നു. വർഷങ്ങളായി ഗാന്ധി കുടുംബത്തിന്റെ കുത്തകയാണ് അമേഠിയും റായ്ബറേലിയും. 40 വർഷത്തിന് ശേഷം ഇതാദ്യമായാണ് ഈ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഗാന്ധി കുടുംബത്തിൽ നിന്നല്ലാത്ത ഒരാൾ കോൺഗ്രസിനായി മത്സരിക്കുന്നത്. അതേസമയം പക്ഷേ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനാണ് കിഷോരിലാൽ ശർമ്മ. റായ്ബറേലിയിലും അമേഠിയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു പതിറ്റാണ്ടുകളായി അദ്ദേഹത്തിന്റെ പ്രവർത്തനം. പഞ്ചാബ് ലുധിയാന സ്വദേശിയായ കിഷോരിലാൽ 1983 അമേഠിയിലെത്തുന്നത്. അന്നു മുതൽ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു അദ്ദേഹം. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ വിശ്വസ്തൻ എന്ന നിലയിലാണ് അദ്ദേഹത്തെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ആദ്യം ശ്രദ്ധിച്ചു തുടങ്ങിയത്. 1991 രാജീവ് ഗാന്ധിയുടെ മരണശേഷവും അമേഠിയിൽ പാർട്ടിയുടെ വളർച്ചയ്ക്ക് ചുക്കാൻ പിടിച്ചതും ഇദ്ദേഹം തന്നെയാണ്. രാജീവ് ഗാന്ധിയുടെ മരണശേഷം ഗാന്ധി കുടുംബവുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം കൂടുതൽ ദൃഢമായി. പിന്നീട് റായ്ബറേലിയിലും അമേഠിയിലും കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനങ്ങൾ. ഗാന്ധി കുടുംബം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നപ്പോഴും കിഷോരിലാൽ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അമേഠിയിൽ ഊർജ്ജസ്വലതയോടെ രംഗത്തിറങ്ങി. ദേശീയ നേതാക്കൾ എന്ന നിലയിൽ ഗാന്ധി കുടുംബത്തിലെ എംപിമാർ തിരക്കിലായിരുന്നപ്പോൾ ഈ രണ്ട് മണ്ഡലങ്ങളുടെയും ചുമതല വഹിച്ചിരുന്നത് കിഷോരിലാൽ ശർമ്മയായിരുന്നു. രണ്ട് മണ്ഡലങ്ങളിലും അദ്ദേഹം ഇടയ്ക്കിടെ സന്ദർശനം നടത്തുമായിരുന്നു. സോണിയാഗാന്ധി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചപ്പോൾ തൊട്ട് അമേഠിയിലെ കാര്യങ്ങൾ നോക്കിയിരുന്നത് ഇദ്ദേഹമായിരുന്നു. 1999 സോണിയാഗാന്ധിയുടെ ആദ്യ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ കിഷോരിലാൽ ശർമ്മ നിർണായക പങ്കുവഹിച്ചിരുന്നു. സോണിയാഗാന്ധി അമേഠി സീറ്റ് രാഹുൽ ഗാന്ധിക്ക് വിട്ടുകൊടുത്ത് റായ്ബറേലിയിൽ മത്സരിച്ചതിന് ശേഷം കിഷോരിലാൽ ശർമ്മ അമേഠി റായ്ബറേലി മണ്ഡലങ്ങളുടെ മേൽനോട്ടം വഹിച്ചു. സോണിയാഗാന്ധി റായ്ബറേലിയിലും രാഹുൽ ഗാന്ധി അമേഠിയിലും മത്സരിച്ചതോടെ രണ്ട് മണ്ഡലങ്ങളിലും കിഷോരിലാൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ദേശീയ നേതാക്കളായതിനാൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും റായ്ബറേലിയിലും അമേഠിയിലും സ്ഥിരമായി എത്താറില്ല. ഇത് പരിഹരിക്കാൻ കോൺഗ്രസ് കണ്ടെത്തിയ മാർഗം അത് കിഷോരിലാൽ ആയിരുന്നു. പദ്ധതികളുടെ ഏകോപനവും നടത്തിപ്പുമായി കിഷോരിലാൽ ഇരു മണ്ഡലങ്ങളിലും നിറഞ്ഞു നിന്നു. ഇതിനിടെ ബീഹാറിന്റെയും പഞ്ചാബിന്റെയും ചുമതലയുള്ള AACC അംഗവുമായി. അപ്പോഴും റായ്ബറേലിയും അമേഠിയും വിട്ടുകളയാൻ കിഷോരിലാൽ തയ്യാറായില്ല. 2004 രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് അമേഠിയിലും റായ്ബറേലിയിലും പാർട്ടിയുമായി ബന്ധപ്പെട്ട ചുമതലകൾക്ക് കിഷോരിലാൽ ശർമ്മ ചുക്കാൻ പിടിച്ചു. അമേഠിയിൽ രാഹുൽ ഗാന്ധിയും റായ്ബറേലിയിൽ
പ്രിയങ്ക ഗാന്ധിയും മത്സരിച്ചേക്കും എന്നായിരുന്നു കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും ആദ്യം ലഭിച്ച സൂചനകൾ. എന്നാൽ പത്രിക സമർപ്പണത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സർപ്രൈസ് അവസാനിപ്പിച്ച കോൺഗ്രസ് കിഷോരിലാലിന് അമേഠി നൽകുകയായിരുന്നു. ഗാന്ധി കുടുംബത്തിന് പുറത്തുനിന്നുള്ളവരും മത്സരിച്ച് ജയിച്ച ചരിത്രമുണ്ട് അമേഠിക്ക്. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഗാന്ധി കുടുംബത്തിന് പുറത്തുനിന്നൊരാൾ കോൺഗ്രസിനു വേണ്ടി കളത്തിലിറങ്ങി. രാജീവ് ഗാന്ധിയുടെ സന്തത സഹചാരിയായിരുന്ന സതീഷ് ശർമ്മയായിരുന്നു കോൺഗ്രസിന് വേണ്ടി ഇറങ്ങി ജയിച്ചത്. സതീഷ് ശർമ്മ ജയിച്ചതുപോലെ കിഷോരിലാൽ ശർമ്മയും ജയിക്കുമെന്ന പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. കാരണം രാജീവ് ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും രാഹുലിന്റെയും സന്തത സഹചാരി എന്ന വികാരം വോട്ടാക്കി മാറ്റാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. എന്നാൽ 4 പതിറ്റാണ്ട് നെഹ്റു കുടുംബത്തിനൊപ്പം ചേർന്ന് നിന്ന് 2 മണ്ഡലങ്ങളിൽ കരുത്തുകാട്ടിയ കിഷോരിലാൽ ശർമ്മ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ സോണിയയ്ക്കും രാഹുലിനും വേണ്ടി അരയും തലയും മുറുക്കി പ്രവർത്തിച്ചിരുന്ന കാലത്തെ ആ പഴയ അമേഠി അല്ല കിഷോരിലാലിനെ കാത്തിരിക്കുന്നത്. സ്മൃതി ഇറാനി ചരിത്രം തിരുത്തി എഴുതിയ അമേഠി എന്ന ആ മണ്ഡലത്തിൽ കിഷോരിലാലിന് കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല.